ലാസ്റ്റ് ആയിട്ടൊരു ലോങ് വീഡിയോ ചെയ്യുന്നത് കറക്റ്റ് ഒരു മാസം മുന്നെയാണ്. അത് ചെയ്യുമ്പോൾ എനിക്ക് 2K സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. കറക്റ്റ് അടുത്ത ഒരു മാസം കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റ് 3K ആയിരിക്കുകയാണ്. ഒരുപാട് ടിപ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒത്തിരി ടിപ്സ് ഒന്നുമില്ല. ഒരു 2-3 എണ്ണമായിട്ട് ഞാൻ പറയാം. യൂട്യൂബ് എടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് YT സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത്. അത് എത്ര പേർക്ക് അറിയാമെന്നുള്ളത് എനിക്കറിയില്ല. പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ അത് ഡൗൺലോഡ് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ യൂട്യൂബ് ചാനലുള്ള എല്ലാവരും YT സ്റ്റുഡിയോ എന്തായാലും ഡൗൺലോഡ് ആക്കി വെക്കാനായിട്ട് നോക്കുക. ആ ആപ്പ് ഏതാണെന്നുള്ളത് ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം. അത് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട ഒരു സാധനമാണ്. കറക്റ്റ് ആയിട്ടുള്ളൊരു തംബ്നെയിൽ നമ്മൾ എന്താണോ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു തംബ്നെയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. തംബ്നെയിൽ കറക്റ്റായിട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ന്യൂ അപ്ഡേഷനായിട്ട് യൂട്യൂബിൽ വന്നൊരു സാധനമാണ് ഹൈപ്പ്. നിങ്ങൾക്ക് കൂടുതൽ പേര് ഇത് കേട്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പം നമ്മുടെ കമൻറ്റ് ബോക്സ് ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമൻറ്റ് ഇടുമ്പോഴത്തേക്ക് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വരുന്നുണ്ട്. അപ്പോൾ ഞാനത് ഇവിടെ കൊടുത്തേക്കാം. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടുതലുള്ള ചാനലായാലും കുറവുള്ള ചാനലായാലും നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് അത് ഹൈപ്പ് ചെയ്യുവാണെങ്കിൽ അവർക്ക് കൂടുതൽ വ്യൂസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. യൂട്യൂബ് ചെറിയ യൂട്യൂബേഴ്സിന് വേണ്ടി ഇറക്കിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഈ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനം നമ്മൾ കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വീഡിയോയ്ക്ക് നമ്മൾ ഇത്ര പോയിന്റ്സ് ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് വ്യൂസ് കൂടാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. കഴിഞ്ഞ ലോങ് വീഡിയോയുടെ അടിയിൽ കുറേ പേര് ഡൗട്ട് ചോദിച്ചതാണ് എങ്ങനെ മോണിറ്റൈസേഷൻ ആവാൻ പറ്റും, വാച്ച് അവർ എത്ര കൂട്ടിയാലാണ് ഇതാവുക എന്നുള്ളത്. ഇപ്പോഴും കുറേ പേർക്ക് അത് അറിയില്ല. കുറേ വ്യൂസ് കിട്ടിയോണ്ട് മാത്രം വാച്ച് അവർ കൂടി നമുക്ക് മോണിറ്റൈസേഷൻ ആവണം എന്നില്ല. അപ്പോൾ മോണിറ്റൈസേഷൻ ആവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ആവുള്ളൂ. അതും ലോങ് വീഡിയോ മാത്രം നമ്മൾ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ഇനിയിപ്പോൾ 1 ഇയർ കൊണ്ട് നമുക്ക് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയാലും മതി. ഈ 3 മില്യൺ അല്ലെങ്കിൽ 10 മില്യൺ ആയിട്ടുള്ള ഈ ഒരു വാച്ച് അവർ കംപ്ലീറ്റ് ആക്കേണ്ടത് ജസ്റ്റ് 3 മന്ത്സ് കൊണ്ടാണ്. നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഷോർട്ട് വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മാത്രം മോണിറ്റൈസേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു 3 മന്ത്സ് കൊണ്ടാണ് ഇത്രയും വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ലോങ് വീഡിയോയുടെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് 4000 അത് ഒരു ഇയർ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിൽ നമ്മൾ ഇൻക്ലൂഡ് ആയെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ആവുള്ളൂ. ഈ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിൽ നമ്മൾ ഇൻക്ലൂഡ് ആവണമെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട 2 ക്രൈറ്റീരിയസ് ആണ് ആ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ മെയിൻ ആണ് തംബ്നെയിലും ടൈറ്റിലും. ഇത് രണ്ടും ആൾക്കാർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് പോലെ ഉണ്ടെങ്കിൽ മാത്രമേ ആ വീഡിയോ മുന്നോട്ട് പോവുള്ളൂ, വ്യൂസ് കൂടുകയുള്ളൂ. വേണ്ട കാര്യമാണ് ഡിസ്ക്രിപ്ഷനും ഹാഷ്ടാഗും. പല ആൾക്കാരും ഡിസ്ക്രിപ്ഷൻ ഒഴിവാക്കി വിടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ വീഡിയോയിൽ എന്താണ് ഇൻഫോർമേഷൻ ആൾക്കാർക്ക് കൊടുക്കുന്നത്, ആ വീഡിയോയിൽ എന്താണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വീഡിയോയ്ക്ക് വ്യൂസ് കൂടാൻ ചാൻസ് ഉണ്ട്. യൂട്യൂബ് നമ്മുടെ വീഡിയോ പുഷ് ചെയ്ത് ബാക്കിയുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ തംബ്നെയിലും ഹാഷ്ടാഗും ഡിസ്ക്രിപ്ഷനും കറക്റ്റ് ആയിരിക്കണം. 3 മിനിറ്റ് വരെ നമുക്ക് ഷോർട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്കത് ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അത് ഞാൻ എപ്പോഴും യൂസ് ആക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ കറക്റ്റായിട്ട് എനിക്ക് യൂസ് ആയിട്ടുണ്ട്. ഇത് ഞാൻ വേറെ കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന ഒരു ടൈം തൊട്ടേ ഇത് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇടയ്ക്ക് വല്ലപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്. ഓർക്കുമ്പോൾ എന്തായാലും ഞാൻ ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ യൂട്യൂബ് ബാക്ക്ലിങ്ക് ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനത്തിലേക്ക് നമ്മുടെ ഈ ഷോർട്ടിൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കുമ്പോൾ കുറേ ആൾക്കാരിലോട്ട് നമ്മുടെ ഈ വീഡിയോ ചെല്ലാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ വീഡിയോയ്ക്കുള്ള വ്യൂസും കൂടും. പക്ഷേ ഇത് ഷോർട്ട് വീഡിയോയിൽ മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്